ആ മാസത്തിനെ പറ്റി വിശദീകരിക്കപ്പെട്ടപ്പോഴൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ കാണാം, അള്ളാഹുവിന്റെ തിരുദൂതൻ കൂടുതൽ നോമ്പനുഷ്ഠിക്കാറുണ്ടായിരുന്നു. റമളാനിന്റെ പ്രയാസം നോമ്പിനെ കൊണ്ട് അനുഭവിക്കാതിരിക്കാൻ ശരീരത്തിനെയും മനസ്സിനെയും കൊടലുകളെ പോലും പാകപ്പെടുത്തുന്ന രീതിയിൽ അള്ളാന്റെ ഹബീബ് ഒരുങ്ങാറുണ്ടായിരുന്നു. കാരണം അതൊരു തയ്യാറെടുപ്പ. വരാനിരിക്കുന്ന റമളാനിൽ എന്റെ ആയുസ്സിൽ എനിക്ക് റബ്ബ് അവസരം തന്നാൽ ഒരു റമളാൻ മതി, ഒരു റമളാനിലെ ഇസ്തിഗ്ഫാർ മതി എനിക്ക് രക്ഷപ്പെടാൻ എന്ന ചിന്തയിൽ നിന്ന് അവരൊരുങ്ങുമായിരുന്നു ആ റമളാനിനെ സ്വീകരിക്കാൻ, ശഅബാനിനെ അവർ ജീവിപ്പിക്കാൻ. ഇന്നത്തെ കാലഘട്ടത്തിൽ ശഅബാൻ പോട്ടെ, റമളാനിൽ പോലും ആ ഭക്തി വരാതിരിക്കാനുള്ള കാരണം നമ്മളെ റമളാനൊക്കെ 1-ന് ചാടുന്നു, 30-ന് തിരിച്ചു ചാടുന്നു. 30 ദിവസം കൊണ്ട് റോഡ് വക്കുകളിലെ ഭക്ഷണം കഴിച്ച് ചേർക്കുക എന്നുള്ളതല്ലാതെ റമളാനിനെ കൊണ്ട് റബ്ബ് ഉദ്ദേശിച്ച ഒരു നേട്ടവും നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാ ശഅബാൻ മാസത്തിൽ പോലും അവനവന് കടമുള്ള നോമ്പ് പോലും നോൽക്കാൻ പലർക്കും മടിയുണ്ടാവാനുള്ള കാരണം. മുൻഗാമികളായ ഉലമാക്കൾ രേഖപ്പെടുത്തി, മഹദി ആയിഷ റളിയല്ലാഹു തആല അൻഹ അവർക്കുണ്ടായിരുന്ന കടമാക്കപ്പെട്ട നോമ്പ് പോലും നോറ്റുവീട്ടിയത് ശഅബാൻ മാസത്തിലായിരുന്നു എന്ന്. വീട്ടിലുള്ള ഭാര്യമാരിൽ പലർക്കും നോമ്പ് കടമുള്ളവരുണ്ട്. നോറ്റുവിട്ടാൻ സഹായിക്കാത്ത ഭർത്താക്കന്മാര് പോലും അത് ഫർളായ നോമ്പാണെങ്കിൽ ഒരു പക്ഷേ ചോദ്യം ചെയ്യപ്പെടുമെന്ന് ഇസ്ലാമിക ലോകത്തുലമാക്കൾ രേഖപ്പെടുത്തി. അവൾ സുന്നത്ത് നോമ്പ് നോൽക്കുമ്പോ നിങ്ങൾക്ക് അവളെ തടയാം. അതേ പെണ്ണിനോട് കടമയുള്ള ഭർത്താവ് ചോദിക്കണം, കഴിഞ്ഞ റമളാനിൽ നിനക്ക് നഷ്ടപ്പെട്ട നോമ്പ് നീ നോറ്റുവിട്ടിയോ? എന്റെ ഭക്ഷണം വിചാരിച്ചിട്ടും മക്കളുടെ ഭക്ഷണം വിചാരിച്ചിട്ടും നീ നോമ്പ് ഉപേക്ഷിക്കുമ്പോ, ബാധ്യതയാക്കപ്പെടുമ്പോ അതിന് നീ ഉത്തരം പറയേണ്ടി വരുമെന്ന് ഭാര്യയെ ബോധ്യപ്പെടുത്തി നോമ്പ് നോൽപ്പിക്കാൻ പോലും ഉലമാക്കൾ കൽപ്പിച്ചിട്ടുണ്ട് ഈ ശഅബാൻ മാസത്തിൽ. ആ തിരിച്ചറിവിലൂടെയ റമളാനിനെ നമ്മൾ സ്വീകരിക്കേണ്ടതും റമളാനിലേക്ക് നമ്മൾ എത്തിപ്പെടേണ്ടതും. ആ നിലക്ക് റബ്ബ് സ്വീകരിക്കുന്ന ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ, ഈ പറയപ്പെട്ട സമയങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അള്ളാഹുവിന്റെ തൃപ്തിയോടെ മലക്കുകൾ നമ്മളെ അമല് അള്ളാഹുവിനെ കാണിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കണം നമ്മളുടെ ഓരോരുത്തരുടെയും ഏറ്റവും വലിയ സമ്പാദ്യം. അതോടൊപ്പം തന്നെ ഇസ്ലാമിക ചരിത്രം വിശദീകരിച്ചു, ചിലരുടെ അമലുകൾ അള്ളാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോകുന്നില്ല. വലിയ നിസ്കാരക്കാരനാ, നോമ്പേൽക്കുന്നോനാ, വലിയ ഇബാദത്ത് ചെയ്യുന്നോനാ, കോടികൾ കൊടുത്തോനാ, ഹറമിലിരിക്കുന്നോനാ, നോമ്പിനായിട്ട് അവിടെ ചെന്നോനാ, പക്ഷേ റബ്ബിന്റെ അടുത്തേക്ക് ഒരമല് പോലും അവന്റെ രേഖപ്പെടുത്തിയത് തലവിട്ട് കടക്കുന്നില്ല, അള്ളാഹുവിന്റെ അരികിലേക്ക് ഉയർത്തപ്പെടുന്നില്ല. കൊണ്ടുപോകുന്നവന്റെ അമലിനു വേണ്ടി ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നില്ല. ഇൻഷാ അല്ലാഹ് അക്കൂട്ടരാരാണ് എന്ന് വരുന്ന ആഴ്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാം. വരാനിരിക്കുന്ന ദിനങ്ങളിലേക്കുള്ള മനസ്സിന്റെയും ശരീരത്തിന്റെയും ഒരുക്കമാണ് ശഅബാൻ മാസത്തിന്റെ പ്രത്യേകത. അല്ലാതെ ബറാഅത്ത് രാവും 100 റക്അത്ത് നിസ്കാരവും ഇല്ലാത്ത കുറെ അനാചാരങ്ങളും അല്ല ശഅബാനിന്റെ പ്രത്യേകത. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സുന്നത്തു നോമ്പെടുത്തും ഫർളായി ഉപേക്ഷിക്കപ്പെട്ടതിന്റെ കടം വീട്ടിയും ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട റമളാനിനു വേണ്ടി ഒരുങ്ങുന്നവനാണ് ഒരു യഥാർത്ഥ വിശ്വാസി. ആ നിലക്കതിനെ സ്വീകരിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹൻ നാസ് ഉസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നു പോകരുതേ എന്ന് എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മറ്റൊരാൾ ഒരിക്കലും നഷ്ടപ്പെടുത്താത്ത ഒരു കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ചപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി, അൻ ഇർളിഹി, അവന്റെ അഭിമാനം നിങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. സോഷ്യൽ മീഡിയ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആർക്കും ആരുടെയും സ്വകാര്യതയിലേക്കും ആർക്കും ആരുടെ ചെവികളിലേക്കും കണ്ണുകളിലേക്കും എന്ത് ഹറാമും പടർത്താൻ പറ്റുന്ന ഈ കാലഘട്ടത്തിൽ
വലിയ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് തന്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് നൽകിയത്. തന്റെ മറ്റൊരു പത്നിയായിരുന്ന ഹഫ്സ റളിയല്ലാഹു തആല അൻഹയെ കുള്ളത്തി എന്നൊരു അഭിസംബോധന ആയിഷ റളിയല്ലാഹു തആല അൻഹ എന്ന ഭാര്യ നടത്തിയപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറയുന്നുണ്ട്, ആയിഷ, നീ ആ പറഞ്ഞ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ ആ കടലും കടലിലുള്ളതും നശിച്ചു പോകുമായിരുന്നു ആയിഷ. കടലിൽ എന്തൊക്കെയുണ്ടെന്ന് ഇന്നും ലോകത്തുള്ള ശാസ്ത്രകാരന്മാർക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. 264 യാത്രക്കാരുമായി പുറപ്പെട്ടിരുന്ന ഒരു വിമാനം ഇന്നും കടലിന്റെ ഏതു ഭാഗത്താണ് നഷ്ടപ്പെട്ടത്, നശിച്ചത് എന്ന് കണ്ടെത്താൻ ഇന്നുള്ള ശാസ്ത്ര പുരോഗതിയുടെ റഡാറുകൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, നോക്കത്താൻ ദൂരത്തേക്ക് കണ്ണ് നോക്കിയിരിക്കുന്ന ഈ കടലിന്റെ അടികളിൽ, ഇരുട്ടിൽ എന്തൊക്കെയുണ്ടോ ആയിഷ, അതെല്ലാം നശിച്ചു പോകുമായിരുന്നു. ഇന്ന് ലോകത്തുള്ള 800 കോടി മനുഷ്യരുടെ മനസ്സുകളിലേക്കും നമുക്ക് തെന്മകൾ വ്യാപിപ്പിക്കാൻ പറ്റും നമ്മളെ വിരൽത്തുമ്പിലൂടെ. റീച്ചിന് വേണ്ടിയും സാമൂഹിക മാധ്യമങ്ങളിലെ ഫോളോവേഴ്സിന് വേണ്ടിയും ആർക്കും ആരുടെയും പച്ചയിറച്ചി തിന്നാമെന്നുള്ള ധാരണയിലേക്കെത്തി അവനവന്റെ ശരീരം പോലും പുരുഷന്റെ ശരീരത്തിലൊരച്ച് കാരണങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിച്ച് പണമുണ്ടാക്കാനും പ്രശസ്തിയുണ്ടാക്കാനും മത്സരിച്ചോടുന്ന ഒരു കാലഘട്ടത്തിന്റെ മുൻപിൽ ഒരാരോപണം കൊണ്ട് മനുഷ്യന്റെ ഹൃദയത്തിന് താങ്ങാനാവാത്ത വേദനയിലൂടെ ഒരു ജീവൻ നശിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരാളെ നീ അന്യായമായി കൊന്നാൽ ഓൻ ആത്മഹത്യ ചെയ്യണമെന്നില്ല. ഓൻ അതിന്റെ ബേജാറിൽ ഡിപ്രഷൻ അടിച്ചു മരിച്ചോയാൽ മതി. അതാലോചിച്ച് സങ്കടപ്പെട്ട് മനുഷ്യരെ അള്ളാഹു പൊറുക്കുന്നില്ല എന്നോടും നിങ്ങളോടും. നമ്മൾ ചെയ്ത എത്ര തെറ്റുകളാ പടച്ചോൻ മറച്ചു വെച്ച്. ഓരോന്നും പടച്ചോൻ അപ്പൊ തന്നെ സമൂഹ മധ്യത്തിൽ കാണിക്കുകയും ഓരോരുത്തരും ചെയ്ത തെറ്റിന്റെ മണിക്കൂറുകൾക്കുള്ളിൽ പടച്ചോൻ പെരുമാറുകയും ചെയ്തിരുന്നെങ്കിൽ ഒരൊറ്റ മനുഷ്യൻ ഇന്ന് ദുനിയാവിൽ ഉണ്ടാവില്ല. പടച്ചോൻ പൊറുത്തരിക ഓരോ രാത്രിയും, ഓരോ പകലും, ഓരോ യാത്രയിലും, ഓരോ മറവിലും. എന്നിട്ട് ഇന്നത്തെ മനുഷ്യന്മാർക്ക് തോന്നി രാഷ്ട്രീയപരമായിട്ടും മതസംഘടനാപരമായിട്ടും ആൾക്കാരെ തേജോവധം ചെയ്യാൻ ഏറ്റവും നല്ലതെന്താ? ഒന്നെങ്കിൽ അവിഹിതം, അല്ലെങ്കിൽ പെണ്ണ്, അതല്ലെങ്കിൽ വേറെന്തെങ്കിലും സാമ്പത്തികം. കേട്ട എരകിട്ടിയ കോഴിക്കുട്ടികളെ മാതിരി അവനവന്റെ ഷെയറിലൂടെ ഇന്നും അത് ഓടുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ മനുഷ്യരെ, മണ്ണിന്റെ അടിയിലേക്ക് നിങ്ങൾക്ക് അതിന്റെ പാപഭാരം വരും. കാരണം നിങ്ങൾ മരിച്ച നിങ്ങളെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ആരും പൂട്ടാൻ പോവില്ല. ഒരു ഫേസ്ബുക്കുകാരന്റെ ഫേസ്ബുക്ക് ഇന്നും 7 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചവന്റെ ഫേസ്ബുക്കിന്റെ അപ്ഡേറ്റ് ഇന്നുണ്ട്. മരിച്ചിട്ട് 7 കൊല്ലങ്ങൾക്കപ്പുറവും നിങ്ങൾ പ്രചരിപ്പിച്ചൊരു വൃത്തികേട് ഇന്നും നിങ്ങളെ മണ്ണിലേക്ക് ബാധ്യതയാകുന്നുണ്ടെങ്കിൽ, ഒരു വാക്ക് കേൾക്കുമ്പോ, ഒരു വാർത്ത അറിയുമ്പോ അത് പ്രചരിപ്പിക്കലും ചെവി പറയലാണെങ്കിലും കുടുംബത്ത് പറയലാണെങ്കിലും 1000 തവണ ചിന്തിച്ചോളൂ. നിങ്ങൾ നെറ്റിയിലെ കറുത്ത താമ്പം, നെരിയാണിക്ക് മേലുള്ള പാന്റും ഉടുത്ത പർദ്ദയും ചെയ്ത ഹജ്ജൊന്നും പടച്ചോന്റെ മണ്ണിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടൂല. കാരണം ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ചവൻ. ചിലര് ചോദിക്കും ചെയ്തിട്ടല്ലേന്ന്. ചെയ്തോന്റെ തെറ്റാ പൊറുക്കാൻ അള്ളാഹു കൽപ്പിച്ച്, അള്ളാഹു വിട്ടുവീഴ്ച ചെയ്യുന്നു. ഞാൻ നിങ്ങളൊക്കെ ചെയ്തത് പടച്ചോൻ പുറത്തുനിന്നു വിട്ടുവീഴ്ച ചെയ്തെന്നു. കാരണം മനുഷ്യന് തിരുത്താൻ അവസരമുണ്ട്. 101 കൊന്നവന് 102ാമനായിട്ട് പടച്ചോൻ ഹിദായത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന് നന്നാവാൻ അവസരങ്ങളുണ്ട്. വഇൻ സനാ, വ്യഭിചാരിയായി പോയിട്ടുണ്ടെങ്കിലും, വഇൻ ശരിബൽ ഖംറ, മുഴുക്കുടിയനായി പോയിട്ടുണ്ടെങ്കിലും, വഇൻ സറക, അന്യന്റേത് അപഹരിച്ചിട്ടുണ്ടാക്കിയവനാണെങ്കിലും ശരി, അവനൊക്കെ പൊറുക്കാൻ പടച്ചോൻ റെഡിയാകുമ്പോ പടച്ചോനേക്കാളും വലിയ പടപ്പുകളാവരുത്. 290 റീചാർജും വൈഫൈ കണക്ഷനും ഉണ്ടെന്ന് കരുതി ഒരു സ്മാർട്ട് ഫോൺ കൊണ്ട് ദുനിയാവ് നശിപ്പിക്കരുത്, ആഹ്റു നശിപ്പിക്കരുത്, മറ്റൊരു കുടുംബത്തിന്റെ തീരാ വേദനയാവുകയും ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം തൗബ പോലും പടച്ചോൻ സ്വീകരിക്കൂല. എങ്ങനെ? എനിക്ക് പറ്റിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞാൽ പോലും അള്ളാഹ് സ്വീകരിക്കൂല. ആ വേദനിച്ചവന്റെ മനസ്സിന്റെ വേദന മാറാത്ത കാലത്തോളം, ഓ മനസ്സറിഞ്ഞ് നിങ്ങൾക്ക് പൊരുത്തപ്പെടാത്ത കാലത്തോളം, മരിച്ചോയോനോട് കബറിന്റെ അടി പോയിട്ട് പൊരുത്തം വാങ്ങാൻ പറ്റൂല. മെന്റൽ ഡിപ്രഷൻ കൊണ്ട് ബുദ്ധിമാന്ദ്യം സംഭവിച്ചവനോട്, ബുദ്ധിഭ്രമം സംഭവിച്ചവനോട് അവിടെ പോയി പൊരുത്തം വാങ്ങാൻ പറ്റൂല. അപ്പൊ ചിലര് ചോദിച്ചു, റസൂലേ, അള്ളാന്റെ മഹിഷറയിൽ പൊരുത്തം വാങ്ങാനുള്ള കഴിവുണ്ടാവുമോ? കാരണം അവിടെ എന്തായാലും കാണുമല്ലോ, അള്ളാഹ് അറിയല്ലോ
ഇവനെ കൊണ്ടാണ് എന്റെ കുടുംബം നശിച്ച്, ഇവനെ കൊണ്ടാണ് എന്റെ അഭിമാനം ക്ഷതം വന്ന്, ഇവനാണ് എനിക്കെതിരെ ആദ്യം കമന്റ് ഇട്ട്, ഇവനാ എഴുതി വിട്ട്, ഇവനായിരുന്നു എന്റെ മെയിൻ ആള് എന്നൊക്കെ പറയുമ്പം അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ പൊരുത്തം വാങ്ങാൻ പറ്റുമോ? ചോദിച്ച ഉമർ റളിയല്ലാഹു അൻഹുവിനോട് കണ്ണീരോടെ റസൂലുള്ള തിരിച്ചു പറയുന്നുണ്ട്, ഉമറേ നഫ്സി നഫ്സി. ഒരാൾക്ക് മറ്റൊരാളെ മുഖത്തേക്ക് എന്നല്ല ശരീരത്തിലേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത ലോകാണ് അള്ളാന്റെ മഹ്ശറ. എന്നിട്ടല്ലേ അവിടെ ചെന്നിട്ട് പൊരുത്തം വാങ്ങുക? ഇനി വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ എത്ര മനുഷ്യന്മാരോട് വാങ്ങേണ്ടി വരും? 26 ലക്ഷത്തിന്റെ മേലാളുകളിലേക്ക് അത് എത്തിയിട്ടുണ്ടെങ്കിൽ, 1800-ലധികം ഷെയറുകൾ ഉണ്ടെങ്കിൽ ഒന്നാലോചിച്ചോളി മനുഷ്യരെ, ദുനിയാവ് 10 കൊല്ലം കൊണ്ട് അവസാനിക്കും. അവസാനിക്കാത്തൊരു ലോകത്തേക്കുള്ള യാത്രയുടെ ആരംഭമാ മരണം, അല്ലാണ്ട് എല്ലോ അവസാനിക്കുന്നതല്ല മരണം. അതുകൊണ്ട് ഇത്തക്കോ ദാവത്തൽ മദ്ലൂം ഒരു വാക്ക് പറയുമ്പോ അത് ചെവികളിലേക്കാവട്ടെ, സോഷ്യൽ മീഡിയയിലാവട്ടെ, എഴുത്തിലാവട്ടെ, കുടുംബത്തിലാവട്ടെ, ഇത്തക്കോ ദാവത്തൽ മദ്ലൂം സൂക്ഷിച്ചോളി ഓരോരുത്തരും. കാരണം നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങൂല എന്നുള്ളൊരു ഉറപ്പുണ്ട്. നമുക്ക് എന്ത് തോന്നിയാസവും ചെയ്യാം. മരണം യാഥാർത്ഥ്യ, ജീവിതത്തിന്റെ ഉറപ്പാ മരണം. ജീവിച്ചിട്ടുണ്ടോ, ജനിച്ചിട്ടുണ്ടോ, മരിക്കുന്നുള്ള ഉറപ്പാ. 10 ലക്ഷം കിട്ടുന്ന ഉറപ്പില്ല, പോരണ്ടാവുന്ന ഉറപ്പില്ല, ആരോഗ്യം ഉണ്ടാവുന്ന ഉറപ്പില്ല, മക്കളുണ്ടാവുന്ന ഉറപ്പില്ല, മക്കളെ കെട്ടിക്കാൻ പറ്റുന്ന ഉറപ്പില്ല. പക്ഷെ ഒരൊറ്റ ഉറപ്പുണ്ട്, അടുത്ത വെള്ളിയാഴ്ച പള്ളിയിൽ ഉണ്ടാവുന്ന ഉറപ്പില്ല. ഒരു ഉറപ്പുണ്ട്, മരിക്കും. അല്പം നാളെയും മരിക്കും, ഇന്ന് രാത്രി മരിക്കും. ആ വാക്കുകൾക്കാണ് ഇസ്ലാം കൊടുക്കുന്ന വില. ആ തിരിച്ചറിവോട് ഓരോരുത്തരും അവനവന്റെ വിരൽത്തുമ്പുകളെ, ചിന്തകളെ, അവനവന്റെ മൊബൈൽ ഫോണിനെ 250 രൂപക്ക് റീചാർജ് ചെയ്യുന്നതിനെ ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഉപയോഗിക്കണം ഇനി അങ്ങോട്ട്. അതേതെങ്കിലും ഒരു പെണ്ണിന്റെ പേരിലും സമൂഹത്തിന്റെ പേരിലും മാത്രം ചിന്തിപ്പിക്കപ്പെടേണ്ടതല്ല. ഓരോരുത്തരുടെ കുടുംബത്തിനെ തൊട്ടു ആലോചിക്കപ്പെടേണ്ടതാ. എനിക്കെതിരെ, എന്റെ മക്കൾക്കെതിരെ, എന്റെ നാടിനെതിരെ എന്ന് ചിന്തിക്കുമ്പോഴേ അതിന്റെ വിലയും കണ്ണീരും എത്രത്തോളാന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ആ തിരിച്ചറിവോടെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാഥ. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ നാഥ. മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ വിഷമതകൾ സഹിച്ച് ജീവിക്കുന്നവരുണ്ട് നാഥ. എല്ലാം എളുപ്പത്തിൽ ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഞങ്ങളിൽ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അള്ളാഹുവെ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം അസുഖം ബാധിച്ച് ഹോസ്പിറ്റലിൽ കിടക്കുന്നവർ, എന്താണോ റബ്ബെ ഏറ്റവും ഹൈറായത്, ആ ഹൈറായതിലേക്ക് അവർക്ക് അനുഗ്രഹം നൽകി ഓരോരുത്തരോടും നീ കാരുണ്യം കാണിക്കണമേ നാഥ. കടബാധ്യതയിൽപ്പെട്ടും ഹറാമായ ലോണ് പോലെയുള്ള സംവിധാനത്തിലും അബദ്ധം കൊണ്ട് പെട്ടുപോയവരുണ്ട് റബ്ബെ. എല്ലാറ്റിൽ നിന്നും ശുദ്ധമായി ഹലാലായ സമ്പാദ്യത്തോടെ ബാധ്യതകൾ തീർത്തു മരിക്കാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ലോകത്തിന്റെ നാനാഭാഗത്ത് പീഡിപ്പിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദര വിശ്വാസികൾക്ക് ഏറ്റവും വലിയ റഹ്മത്തും ബർക്കത്തും നൽകി ആശ്വാസത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷം ഓരോരുത്തർക്കും നീ നൽകി അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത്തും വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബി